ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ഗ്രേഡോടെ പാസ്സാവുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങാം. മാത്സ് ആണ് ഇന്നത്തെ ക്ലാസ്. ആദ്യത്തെ പാഠം സമാന്തര ശ്രേണികൾ. ശ്രേണികൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എണ്ണൽ സംഖ്യയുടെ ശ്രേണി നമുക്കറിയാം, 1, 2, 3 തുടങ്ങുന്നത്. പിന്നെ അതുപോലെ ഒറ്റ സംഖ്യയുടെ ശ്രേണികൾ അറിയാം, 1, 3, 5, 7 എന്നിങ്ങനെ പോകുന്നത്. ഇരട്ട സംഖ്യകളുടേത് അതുപോലെ അറിയാം, 2, 4, 6, 8. അതുപോലെ അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയായ 2, 3, 5, 7, 11 തുടങ്ങി. ഇവയെല്ലാം ശ്രേണികളാണ്. ഇനി നമുക്ക് എന്താണ് സമാന്തര ശ്രേണിയും ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ശ്രേണികൾക്ക് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സമമായിരിക്കില്ല, അതായത് ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ സമാന്തര ശ്രേണികളുടെ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ ആയിരിക്കും. ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ഒറ്റ സംഖ്യയുടെ ശ്രേണി എടുത്താൽ ഇവിടെയുള്ള വ്യത്യാസം 2 ആണ്. അഭാജ്യ സംഖ്യകളുടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇവിടെ 1 ആണ്, പക്ഷെ ഇവിടെ നമുക്ക് അതേ വ്യത്യാസമല്ല കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് 4 ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ശ്രേണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കില്ല, പക്ഷെ സമാന്തര ശ്രേണികളുടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ ആയിരിക്കും. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. പേജ് നമ്പർ 8, 9 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. പൊട്ടുകളുടെ ചിത്രം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസിയാണ്, ചെറിയ കുട്ടികൾ പോലും എഴുതും. ആദ്യം പൊട്ടുകളുടെ എണ്ണം എഴുതാം. 3, 6, 10. നമുക്ക് ശ്രേണി എഴുതി നോക്കാം. 3, 6, 10. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെയുള്ള ഡിഫറൻസ് 3, ഇവിടെയുള്ള ഡിഫറൻസ് 4. അപ്പൊ നമുക്ക് അടുത്ത 3 സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ആ സംഖ്യ നമുക്ക് കണ്ടെത്താം. 5 കൂട്ടി എഴുതുക 15. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടി വരുന്നതാണ്. 6 കൂട്ടി എഴുതുക 21, 7 കൂട്ടി എഴുതുക 28. 3, 6, 10, 15, 21, 28. ഇതാണ് എൻ്റെ ആൻസർ. വളരെ ഈസിയാണ്. ത്രികോണ സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. ഇതിൽ ചോദിച്ചിരിക്കുന്നത് അകക്കോണുകളുടെ തുകയുടെ ശ്രേണി, പുറംകോണുകളുടെ തുകയുടെ ശ്രേണി, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ്. ഇതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിന്റെ വശങ്ങൾ എത്രയെന്ന് നോക്കാം. സമഭുജ ത്രികോണത്തിന് 3, സമചതുരത്തിന് 4 വശം, സമപഞ്ചഭുജത്തിന് 5 വശം. ഈ 3ന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോന്ന്. ആദ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് അകക്കോണുകളുടെ തുക കാണാനാണ്. ഇതിനുള്ള ഇക്വേഷൻസ് പറഞ്ഞുതരാം. അകക്കോണുകളുടെ തുക കാണേണ്ട ഇക്വേഷൻസ് n-2 × 180. ഇതിൽ n എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ എണ്ണം 3 - 2 × 180 = 180. ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും കാണാം. ആദ്യം സമഭുജ ത്രികോണത്തിന്റെ കണ്ടിരുന്നു. ഇനി സമചതുരത്തിൻ്റെത് 4 - 2 × 180 360. ഇനി സമപഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം 5 - 2 × 180 = 540. ഇതാണ് നമുക്ക് ശ്രേണിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ആൻസർ ആയിട്ട് എഴുതുമ്പോൾ 180, 360, 540. ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചാൽ മതി. നമുക്ക് ഏത് രൂപങ്ങളുടെയും കോണുകളുടെ അകക്കോണുകളുടെ തുക കാണാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പുറംകോണുകളുടെ തുകയാണ്. എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പൊ നമുക്കത് ശ്രേണി എഴുതാം. 360, 360, 360.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു അകക്കോണിന്റെ അളവാണ്. ഒരു അകക്കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ആകെ കിട്ടിയിരിക്കുന്ന അകക്കോണിന്റെ അളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 180 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ സമഭുജ ത്രികോണത്തിന്റെ കിട്ടും 60. ഇവിടെ 360 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 90. 540 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 108 കിട്ടും. ഇത് എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ കോണുകളുടെ തുകയെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ആൻസർ ആയിട്ട് 60, 90, 108. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പുറംകോണിന്റെ അളവാണ്. ഈ ടോട്ടൽ, അതായത് അകക്കോണിന്റെയും പുറംകോണിന്റെയും ടോട്ടൽ തുക എന്ന് പറയുന്നത് 180 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടാൻ വേണ്ടി 180 മൈനസ് ഒരു അകക്കോണിന്റെ അളവ് ചെയ്താൽ മതി. ഇനി നേരെ തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ആദ്യം പുറംകോണിന്റെ അളവ് തന്നിട്ടുണ്ട്, എന്നിട്ട് അകക്കോണിന്റെയാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിലും 180 മൈനസ് നമുക്ക് എത്രയാണ് കിട്ടിയത് അത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 180 മൈനസ് 60, ആദ്യമായിട്ട് 60 കഴിഞ്ഞാൽ 120 കിട്ടും സമഭുജ ത്രികോണത്തിൻ്റെത്. രണ്ടാമത്തായിട്ട് 180 മൈനസ് 90 ചെയ്താൽ മതി, 90 കിട്ടും. ഇവിടെ സമചതുരത്തിൻ്റെത്. ഇതല്ലെങ്കിലും നമുക്ക് അറിയാവുന്നതാണ്, ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂന്നാമത്തായിട്ട് സമപഞ്ചഭുജത്തിൻ്റെത് 180 മൈനസ് 108 കഴിഞ്ഞാൽ 72 കിട്ടും. ഇതാണ് അതിൻ്റെ ശ്രേണി. 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.